ഇഡി ഉദ്യോഗസ്ഥ എത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി സിപിഎം തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ടെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എ റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് സിപിഐഎം പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ഇഡി ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അപ്പൊ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനുമിടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ സിപിഐഎം എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ സിപിഐഎമ്മിന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ കേസ്. അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ടു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു യൂണിയനുണ്ട്, ആരെങ്കിലും പ്രവർത്തിക്കുന്ന യൂണിയനുണ്ട്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ്. ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടായിട്ടുള്ള വിഷമം പരിഹരിക്കാൻ യൂണിയൻ ആവശ്യമായിട്ടുള്ള കേസുമായൊന്നും യാതൊരു ബന്ധമില്ല. കേസിന്റെ വഴിക്ക് പൊക്കോളും, അതൊന്നും കുഴപ്പമില്ല. അയാളുടെ ഉപജീവനമാണ് ഒരു വിഷമം വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. ഈ തൊഴിലാളി എന്ന് പറയുന്ന തൊഴിലാളിയാണ് എന്നാണല്ലോ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഡ്രൈവറെ സഹായിക്കും, കാറ് ശരിയായി കൊടുക്കും, അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ സാരംഗ്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ വാഹനത്തിന് നേരെ ഉണ്ടായിരുന്നത്. കാരണം ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത് ടാക്സി വാഹനത്തിലാണ്, അവരുടെ സ്വന്തം വാഹനത്തിലല്ല. ടാക്സി വാഹനം തിരുവനന്തപുരത്ത് നിന്നും അവർ ടാക്സി വാഹനത്തിലാണ് ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ്, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ക്രൂരമായ രീതിയിൽ ആക്രമണം ഉണ്ടായത്. അതിൽ ഈ ഡ്രൈവർക്ക് പരിക്കേറ്റിരുന്നു. പിന്നീട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയായിരുന്നു. കാരണം ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനം അടിച്ചു തകർക്കുക, അതായത് ഇഡിയോടുള്ള ദേഷ്യം സാധാരണക്കാരനെ നെഞ്ചത്ത് തീർക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് സിപിഎം ഇതിൽ ഇടപെടൽ നടത്തിയത്. അതിനുശേഷമാണ് ഈ ജീവനക്കാരൻ, അതായത് ഈ ഡ്രൈവറെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തത്. ഈ വാഹനം മാത്രമല്ല, മറ്റ് രണ്ട് വാഹനത്തിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. രണ്ട് വാഹനത്തിനാണ് കാര്യമായ കേടുപാട് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു വാഹനത്തിന് ചെറിയ രീതിയിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ അവരുമായി പരിചയമുണ്ട്, അവരുമായി ഒത്തുചേർന്നുകൊണ്ടൊരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. എന്നിരുന്നാലും നഷ്ടപരിഹാരം നൽകുമെന്ന് നേതാക്കന്മാർ ആരും എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും, ഉപജീവന മാർഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. എന്തിനായാലും ദിവസവേതനത്തിന് അല്ലെങ്കിൽ ദിവസം ഓടുന്ന ഓട്ടത്തിനുള്ള കിട്ടുന്ന തുക മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ് ഈ 3 ഡ്രൈവർമാരുടെയും. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് ഇന്ന് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് കേസുമായി മുന്നോട്ട് പോകും, അതിൽ യാതൊരുവിധ ഇടപെടലും നടത്തില്ല. കേസിന്റെ കാര്യങ്ങൾ കേസുമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇതിലുണ്ടായിട്ടുള്ള നഷ്ടം അത് പാർട്ടി ഇടപെട്ട് അതിലൊരു പരിഹാരവും അവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ നഷ്ടത്തിൽ പാർട്ടി ഒരു പരിഹാരം കാണുമെന്നാണ് ഇന്ന് നേതാക്കന്മാർ അറിയിച്ചത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.